എന്താണോ ഇതൊക്കെ? എന്റെ ഒരു ഗതി കേട്ടോ. അല്ല, ഞാൻ വരുന്നത് വരെ ഈ കോളനിയിലെ അലവലാദികൾ എങ്ങനെ ജീവിച്ചിരുന്നു എനിക്കൊരു പിടി കിട്ടുന്നില്ല. ഇതാ ഉപ്പ് തൊട്ട് കോഴിത്തീറ്റ വരെ ഇതിന്റെ അകത്തുണ്ട്. കാശ് വല്ലതുണ്ടോ? ഈ ചതിയുടെ കൂടെ വഞ്ചനയും കൂടെ വേണോ? നേപ്പാളിൽ നിന്നൊരു വിവരം കെട്ട കൂർക്കയാണെന്നാണ്. നിന്റെ ഹിന്ദി അറിയാൻ വേണ്ട കേട്ടോ. ഗ്രാമർ കംപ്ലീറ്റ് തെറ്റാ. എന്നാൽ ഇന്റർവ്യൂവിന്റെ അന്ന് ഞാൻ പിടിച്ചിരുന്നില്ലേ? ആ തിരിവ് കഴിഞ്ഞുള്ളൂ. ഇവനാണ് സ്ഥലത്തെ പ്രധാനമായി നോക്കി. ഒന്ന് നിയന്ത്രിക്കട്ടെ. വേണ്ട 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 വേണ്ട. ആദ്യം നീ ഇവിടെ ഒരു നല്ല പേരെടുക്കാൻ നോക്ക്. ഇവിടെയുള്ള ആളുകളൊക്കെ ആയിട്ട് പരിചയപ്പെട്ടോ. വരട്ടെ. കിൻഡർ ഗാർഡൻ പഠിപ്പിക്കുന്ന ടീച്ചറാണ് നിർമ്മല. അറിയോ നിനക്ക്? അവരുടെയും കുറെ സാധനങ്ങൾ ഇതിനകത്തുണ്ട്. ആ, അവര് പേരെടുത്ത ഒരു കാമുകിയായിരുന്നു. ചിലപ്പോ നിനക്ക് പ്രയോജനപ്പെടും. അയ്യേ, ഞാൻ ആ ടൈപ്പൊന്നുമല്ല. അയ്യടാ, അവര് വലിയ വീട്ടിലെ പെൺകുട്ടിയായിരുന്നു. ഓട്ടോ വർക്ക്ഷോപ്പിലെ ഒരു സാധാരണ ജോലിക്കാരനുമായി അടുത്തപ്പോ വീട്ടുകാർ നഖശികാന്ത് എതിർത്തു. പണവും പ്രതാപവും ഉപേക്ഷിച്ച് അവര് വർക്ക്ഷോപ്പുകാരന്റെ കൂടെ ഇങ്ങ് പോന്നു. അവരെനിക്ക് എങ്ങനെ പ്രയോജനപ്പെടും അത് പറ. വീട്ടുകാരോട് പണം കൊണ്ട് മത്സരിക്കാൻ അവര് ഭർത്താവിനെ ദുബായിലേക്ക് അയച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവരെ നല്ല വൃത്തിയായി നീ ഒന്ന് സോപ്പിടാൻ നോക്ക്. ദുബായ് ആണല്ലോ നിന്റെ സങ്കല്പ രാഷ്ട്രം. അവരുടെ ഭർത്താവ് വിചാരിച്ചാൽ ചിലപ്പോ നിനക്ക് കടൽ കിടക്കാൻ പറ്റിയെന്ന് വരും. അവരുടെ വീക്ക് പോയിന്റ് എന്തൊക്കെയാ? അവരുടെ വീക്ക് പോയിന്റ് എന്തൊക്കെയാന്ന് അല്ല അത് മനസ്സിലാക്കി വേണമല്ലോ വൃത്തിയായി സോപ്പ് പ്രയോഗിക്കാൻ. അവരുടെ ഒരു കൊച്ചിനെ നീ കണ്ടിട്ടില്ലേ? അത് തന്നെ അവരുടെ പ്രധാന വീക്ക് പോയിന്റ്. ആ കുട്ടിയെ ആദ്യം ചാക്കിലാക്കാൻ നോക്ക്. അമ്മ എനിക്ക് ഗൂർഖാങ്കിളിനെ കാണണം, ഇപ്പൊ കാണണം എന്ന് ആ കുട്ടിയെ കൊണ്ട് പറയിപ്പിച്ചാൽ നീ രക്ഷപ്പെട്ടു. ആ ട്രാക്കിലൂടെ സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്ത് നിനക്ക് പിടിച്ചു കയറാം. എന്നാ പിന്നെ സമയം കളയാതെ ഞാൻ ആ സെന്റിമെന്റ്സിലോട്ട് പിടിച്ചു കയറട്ടെ. അയ്യോ, അതിനുമ്പ് ഇത് ഒത്തിരി സ്ഥലങ്ങളിൽ കൊടുക്കാനുണ്ട്. मैं चलता है हुम मैं चलता हूँ मैं चलता हूँ ओके ओके मैं चलता हूँ छोटा साहब क्या करता है? मम्मी कहाँ है? ആഹാ, രാംസിംഗ് പെട്ടെന്ന് വന്നല്ലോ. हमको साइकिल में വലിയ ഉപകാരമായി. രാംസിംഗിന് ബുദ്ധിമുട്ടൊന്നും ആയില്ലല്ലോ. आप क्या करता है? मैं साहब ये बहुत खुशी की बात है. രാംസിംഗിന്റെ മാതൃഭാഷ ഹിന്ദിയല്ലേ? हाँ जी. അല്ല, എന്തോ ഒരു വിഷമം പോലെ. അത് हमको कुछ വിക്ക് है. എനിക്ക് കുറച്ച് വിക്കുണ്ട്. ഓ, പിന്നെ എന്റെ ബച്പൻ മേ കേരള ആകയാ. എന്റെ കുട്ടിക്കാലത്ത് മേരെ പിതാജീന്റെ അമ്മേന്റെയും കൂടെ കേരളത്തിൽ വന്നാണ്. രാംസിംഗ് ഇരിക്കെ, ഞാൻ ഇപ്പൊ ചായ കൊണ്ടുവരാം. എന്റെ പൊന്നുമോനെ എന്നോട് സ്നേഹമായിട്ട് പെരുമാറ്. മോനെന്നെ ഇഷ്ടപ്പെട്ടാലേ എനിക്ക് പല പ്രയോജനമുള്ളതാണ്. ബേട്ടാ രാംസിംഗ്, ചായ. आपको बेटा बहुत अच्छा है. ഇതേ പ്രായത്തിൽ കണ്ടതാണ് ഞാൻ എന്റെ ഛോട്ടാ ഭായിയെ 15 സാൽക്കെ പഹലെ, 15 വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പോഴെവിടെ ഉള്ളത്? നേപ്പാൾ മേ हमको കൊച്ചു കുട്ടികളെന്ന് പറഞ്ഞ ബഹുത്ത് ജീവൻ ഹേ മേം സാബ്. ഈ മോനെ ദിവസത്തിൽ ഒരിക്കലെങ്കിലും എടുക്കാൻ എന്നെ അനുവദിക്കണം. അത്രയ്ക്ക് ഇഷ്ടമാണോ കുട്ടികളെ? हाँ जी. എങ്കിൽ സമയം കിട്ടുമ്പോ അവിടെ നഴ്സറി വന്നോളൂ. अच्छा जी.